പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷനിലൂടെ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന ക്രിസ്തുവിൻ്റെ രാജത്വ തിരുനാളിന് ഒരുക്കമായുള്ള ഈ ധ്യാനത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ യേശു രാജാവാണ് എന്ന് ചിന്തിച്ചു. നിത്യമായ അവൻ്റെ രാജത്വത്തിൽ ആ ഭരണത്തിൻ കീഴിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ സമ്പൂർണമായ ജീവിതത്തിൻ്റെ നിയന്ത്രണം അവിടുന്ന് ഏറ്റെടുക്കും എന്ന് വചനത്തിലൂടെ അവിടുന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഇന്ന് ഈ രാജാവിനെ രാജാവായി ഏറ്റുപറയാനുള്ള ഒരു പ്രായോഗികമായ മാനത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ്. വചനവും രാജാവുമായ യേശുവിനെ ലോകത്തിന് സമ്മാനിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത നമ്മുടെ അമ്മയും ലോകത്തിൻ്റെ അമ്മയുമായ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സവിശേഷമായ മധ്യസ്ഥവും പ്രാർത്ഥനയും ഈ ശുശ്രൂഷയിൽ യാചിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനചിന്തകളിലേക്ക് കടക്കാം. വചനത്തെ മാംസമാക്കി ലോകത്തിന് സമ്മാനിച്ച പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മനുഷ്യാവതാരത്തിന് ജീവിതത്തെ സമ്പൂർണ്ണമായി വിട്ടുകൊടുത്ത പരിശുദ്ധ അമ്മേ മാതാവേ, ഈ സമയം ഞങ്ങൾ വചനം ധ്യാനിക്കുമ്പോൾ യേശുവിനെ ആഴമായി സ്നേഹിക്കാനുള്ള, യേശുവിനെ ഏറ്റുപറയാനുള്ള ഒരു കൃപ സ്വർഗത്തിൽ നിന്ന് അമ്മ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് വിശ്വമിശിക വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ നാളുകളിൽ ക്ലേശകരമായ ഈ കാലഘട്ടത്തിൽ സുവിശേഷം ജീവിക്കുമ്പോൾ ഇന്ന് സഭാമക്കളായ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഞെരുക്കമാണ് യേശുവിനെ ഏറ്റുപറയാനുള്ള ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ഏകരക്ഷകനായി യേശുവിനെ ഏറ്റുപറയാൻ മടി കാണിക്കുന്ന ഒരു ആത്മീയ സന്ദർഭമാണ്, ആത്മീയ മണ്ഡലമാണ് നമ്മുടെ ചുറ്റിനും ഉള്ളത്. ഇതിനെ നമ്മൾ നിസ്സാരമായി കാണേണ്ടതില്ല. രണ്ട് വിധത്തിലാണ് സാത്താൻ ഇന്ന് ലോകത്തിൽ പ്രവർത്തിക്കുന്നത്. സാത്താൻ്റെ രണ്ട് തരത്തിലുള്ള പ്രവർത്തനം ഇന്ന് ലോകത്തിൽ നമുക്ക് കാണാൻ പറ്റും. പിശാചിൻ്റെ ഒന്നാമത്തെ പ്രവർത്തനം, അവൻ പ്രവർത്തിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യത്തോടു കൂടിയാണ്. ആ ലക്ഷ്യം ഇതാണ്: യേശുവിനെ ആരും അറിയാൻ പാടില്ല. ഈ ലോകരാജാവായ സർവപ്രപഞ്ചത്തിൻ്റെയും അധിനാഥനായ എല്ലാ ആധിപത്യവും നൽകപ്പെട്ടിരിക്കുന്ന യേശുവിനെ ആരും അറിയാനോ രക്ഷകനായി സ്വീകരിക്കാനോ പാടില്ല. അപ്പോൾ ലോകത്തുള്ള എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുകയോ മന്ദീഭവിപ്പിക്കുകയോ അതിൻ്റെ ശക്തി ക്ഷയിപ്പിക്കുകയോ അതിൻ്റെ മുനയൊടിക്കുകയോ അതിൻ്റെ പവർ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിൽ ലോകത്ത് സാത്താൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ എവിഡൻ്റാണ്. പിശാചിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ശക്തമായ ഒരു പ്രവർത്തനമാണ്. പിശാച് ദൈവരാജ്യത്തിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന, വളരെ തന്ത്രപൂർവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് സുവിശേഷ വേലയെ തടസ്സപ്പെടുത്തുക എന്നുള്ളത്. അതായത് യേശുവിനെ ആരും അറിയാൻ പാടില്ല. സാത്താൻ്റെ രണ്ടാമത്തെ പ്രവർത്തനമാണ് യേശുവിനെ അറിഞ്ഞവർ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ, യേശുവിൻ്റെ സഭയിലെ അംഗമായവർ യേശുവിൻ്റെ ഏകരക്ഷകൻ എന്ന സ്ഥാനത്തെ അംഗീകരിക്കുകയോ ഏറ്റുപറയുകയോ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. യേശുവിനെ ഏകസത്യദൈവമായി അംഗീകരിക്കാതിരിക്കുക. അതായത് ഒരിക്കൽ യേശുവിനെ അറിഞ്ഞവർ, പിശാചിൻ്റെ ഒരു പ്രവർത്തനം ഇങ്ങനെയാണ്: ഒരിക്കൽ യേശുവിനെ അറിഞ്ഞവർ ഒരിക്കലും യേശുവിനെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യമായി സ്വീകരിക്കാൻ അനുവദിക്കാതിരിക്കുക, യേശുവിനെ അനുഭവിക്കാൻ അനുവദിക്കാതിരിക്കുക. ഇതിനവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉദാഹരണത്തിന് മാമോദീസ സ്വീകരിച്ച നമ്മൾ യേശു എന്ന ഏക സത്യത്തെ, യേശുവിനെ ഏക സത്യമായി അംഗീകരിക്കാതിരിക്കുക. പല സത്യങ്ങളിൽ ഒന്നായി യേശുവിനെ കാണുക.
യേശുവിനെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സത്യമായി അംഗീകരിക്കാതിരിക്കുക. മാത്രമല്ല, യേശുവിനെ അനുഭവിക്കാതിരിക്കുക. യേശു ഒരു ഒബ്ജക്റ്റീവ് റിയാലിറ്റിയായി നമ്മുടെ മുമ്പിലുള്ള, നമുക്ക് കാണാവുന്ന, അല്ലെങ്കിൽ നമുക്ക് വായിക്കാവുന്ന, നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന, നമുക്ക് അവനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവനെക്കുറിച്ച് ലേഖനം എഴുതാൻ പറ്റുന്ന, കുറച്ച് പ്രാർത്ഥനകളൊക്കെ അവനോട് നടത്താൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റീവ് റിയാലിറ്റിയായി യേശുവിനെ അവശേഷിപ്പിക്കുക. ഒരിക്കലും യേശുവുമായിട്ട് ഒരു വ്യക്തിബന്ധത്തിലേക്ക് വരാൻ അനുവദിക്കാതിരിക്കുക. ഈ രണ്ട് വിധത്തിലും സഭയ്ക്കകത്ത് സാത്താൻ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്നാമത്തെ അവൻ്റെ പ്രവർത്തനമാണ് സുവിശേഷ വേലയെ തടസ്സപ്പെടുത്തുക എന്നുള്ളത്. സുവിശേഷം പറയാൻ നിയോഗം കിട്ടിയ ആളുകളെ ഒരു ലഥാർജിയിലേക്ക് കെട്ടിയിടുക, ഒരു വല്ലാത്തൊരു ആത്മീയ മന്ദതയിലേക്ക് കെട്ടിയിടുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതാണ്: ഗുഡ് ഈസ് ദ എനിമി ഓഫ് ദ ബെസ്റ്റ്. ബെസ്റ്റിൻ്റെ ശത്രു വേസ്റ്റ് അല്ല. നമ്മൾ ആത്മീയ മണ്ഡലത്തിൽ ചിന്തിക്കുമ്പോൾ ഏറ്റവും നല്ലതിൻ്റെ ശത്രു ഏറ്റവും മോശമായതല്ല, ഏറ്റവും നല്ലതിൻ്റെ ശത്രു നല്ലതാണ്. എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പുരോഹിതരെന്ന നിലയിലും സന്യസ്തരെന്ന നിലയിലും അൽമായരെന്ന നിലയിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്, അത് മോശമായ കാര്യങ്ങളല്ല. വിദ്യാഭ്യാസ ശുശ്രൂഷയോ ആതുര ശുശ്രൂഷയോ സാമൂഹ്യ സേവനമോ സോഷ്യൽ വെൽഫെയറിന് വേണ്ടി നാം നടത്തുന്ന നടപടിക്രമങ്ങളോ രാഷ്ട്രീയമായ ഇടപെടലുകളോ സമൂഹത്തിൻ്റെ ഉദ്ധാരണമോ മാനവ വിഭവശേഷിയുടെ വർദ്ധിപ്പിക്കലുകളോ ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. അധകൃതർക്ക് വേണ്ടിയുള്ള പ്രവർത്തനം, ആദിവാസികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ശുശ്രൂഷകൾ, ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങൾ, അഗതി മന്ദിരങ്ങൾ, സാമൂഹ്യ സേവന ശുശ്രൂഷകൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ശുശ്രൂഷകൾ, ഇതെല്ലാം തന്നെ നല്ല കാര്യങ്ങളാണ്. ഇതെല്ലാം സുവിശേഷത്തിൻ്റെ എക്സ്പ്രഷൻസാണ്. അതെല്ലാം നല്ല കാര്യങ്ങളാണ്. ഈ നല്ല കാര്യങ്ങളാണ് ഏറ്റവും നല്ലതിൻ്റെ ശത്രു. സഭയ്ക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യം എന്താണ്? വാട്ട് ഈസ് ദ ബെസ്റ്റ് തിങ് ദ ചേർച്ച് ഈസ് സപ്പോസ് ടു ഡു? സഭ ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യമാണ് യേശുവാണ് ലോകത്തിൻ്റെ ഏകരക്ഷകനെന്ന് ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും പ്രസംഗിക്കുക. വാക്കുകൊണ്ടും ധർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും പ്രസംഗിക്കുക. യേശു മാത്രമാണ് ലോകത്തിലെ രക്ഷയ്ക്കുള്ള ഏക വഴി. യേശുവാണ് പരമമായ സത്യം. അപ്പോൾ ഈ ബെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മെ തടയുന്നത് മോശപ്പെട്ട കാര്യങ്ങളല്ല, മറിച്ച് നല്ല കാര്യങ്ങളാണ്. നമ്മൾ നല്ലതെന്ന് വിചാരിച്ച് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന അനേക കാര്യങ്ങളാണ് നമ്മളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ കേട്ട് ഒരു വിലയില്ലാത്തതായ ഈ കാലഘട്ടത്തിൽ തള്ളിക്കളയുന്ന വചനങ്ങളിലൊന്നാണിത്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 11-12 തിരുവചനം. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 11-12 നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും എഴുതി വെക്കേണ്ട ഒരു വാചകമാണിത്. നമ്മുടെ എല്ലാ ശുശ്രൂഷാ വേദികളിലും എഴുതി വെക്കേണ്ട ഒരു വചനമാണിത്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 11-12 വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഞാൻ ഈ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ മലമുകളിൽ നിന്ന് അടർന്നു വീണ ഒരു കല്ലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിച്ചത്. ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്ന് ഒരു ദർശനം വിശദീകരിച്ച ഭാഗം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, മലമുകളിൽ നിന്ന് അടർന്നു വീണ ആ കല്ല്, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ ആ മൂലക്കല്ലാണ് യേശു. ഇപ്പോൾ അപ്പസ്തോലനായ പത്രോസ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ അദ്ദേഹം സൻഹദ്രീൻ സംഘത്തിൻ്റെ മുമ്പിൽ ചെന്ന് യേശുവിനെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ പറയുകയാണ്, 11-ാമത്തെ വാക്യം, വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. പലപ്പോഴും തള്ളിക്കളയപ്പെടുന്ന ഒരു കല്ലാണ് യേശു. യേശുവിനെ നമ്മൾ ആ മൂലക്കല്ലിനെ തള്ളിക്കളയുകയാണ്. യേശുവിന് കൊടുക്കേണ്ട ബഹുമാനമോ ആദരവോ ആരാധനയോ കൊടുക്കാതിരിക്കുന്നത് ഈ കാലഘട്ടത്തിലെ നമ്മുടെ ഏറ്റവും വലിയ അധർമ്മങ്ങളിൽ ഒന്നാണ്, മാരക പാപമാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, പണിക്കാരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. ഇതിലും വ്യക്തമായിട്ട് അപ്പോസ്തലന് പറയാൻ പറ്റുമോ? അദ്ദേഹം പറയുകയാണ്, ആ കല്ലാണ്, നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ലാണ് യേശു. സഭയുടെ
ഹൃദയത്തിലേക്ക് അപ്പസ്തോലനായ പത്രോസ് ലീഗ ഈ വചനം ഒരു അമ്പായി എയ്യുകയാണ്. അദ്ദേഹം നമ്മുടെ ഹൃദയത്തോടാണ് ഈ പറയുന്നത്, നിങ്ങൾ തള്ളിക്കളഞ്ഞു, ആ മൂലക്കല്ലിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു മാത്രമാണ് രക്ഷയ്ക്കുള്ള ഏകമാർഗം. ഇത് പ്രസംഗിക്കാനാണ് സഭ ഈ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നത്. സഭയുടെ സ്ഥാപന ഉദ്ദേശം ഈ സത്യം ലോകത്തോട് മുഴുവൻ പ്രഘോഷിക്കാനാണ്. മത്തായി 28 ആ ഫൈനൽ കമ്മീഷൻ, ഈശോയുടെ അന്ത്യശാസന, സമാപന നിർദ്ദേശം എന്താണിത്? നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും, മർക്കോസ് 16 മത്തായി 28 ഈശോ പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. എന്താണ് സുവിശേഷം? ആരെയും നിസ്സാരരായി കാണാനല്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല, ആരെയും മറ്റേതെങ്കിലുമൊക്കെ രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ച് മതനിന്ദ നടത്താനല്ല, മറിച്ച് ഈ സത്യം നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുക, മറ്റാരിലും മറ്റൊരുവരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ യേശുവിൻ്റെ രാജത്വത്തെ ഏറ്റുപറയുമ്പോൾ യേശു ലോകത്തിൻ്റെ രാജാവാണെന്നും എല്ലാ മുട്ടുകളും അവൻ്റെ മുമ്പിൽ മടങ്ങുമെന്നും എല്ലാ നാവുകളും അവൻ്റെ നാമം ഏറ്റുപറയണമെന്നും ഈ സത്യം ലോകത്തോട് പ്രഘോഷിക്കാനുള്ള സംവിധാനമാണ് സഭ. സഭയുടെ സ്ഥാപന ഉദ്ദേശം അതാണ്. ഇനി സുവിശേഷം ഒരു സഭ, ഒരു സമൂഹം, ഒരു വ്യക്തി പ്രസംഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് വ്യക്തമായി പറഞ്ഞാൽ നിലനിൽക്കാൻ അവകാശമില്ല. We don't have any right to exist. Our every right to existence is denied. You don't have any right to exist. നമുക്ക് ഒരു സമൂഹമായിട്ട് നിലനിൽക്കാൻ അവകാശമില്ല. സുവിശേഷം പ്രസംഗിക്കാത്ത, യേശു ആണ് ലോകത്തിൻ്റെ രക്ഷയ്ക്കുള്ള ഏകമാർഗമെന്ന് പ്രഘോഷിക്കാത്ത ഒരു വ്യക്തിക്കോ ഒരു വിശ്വാസിക്കോ ഒരു സമൂഹത്തിനോ ഒരു സന്യാസ സഭയ്ക്കോ ഒരു രൂപതയ്ക്കോ ഒരു മെത്രാനോ ഒരു വൈദികനോ ഒരു സിസ്റ്ററിനോ ഒരു അൽമായനോ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല, നിലനിൽക്കാൻ അവകാശമില്ല. നമ്മളെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത് യേശുവാണ് ഏകസത്യമെന്ന് ലോകത്തോട് ധർമ്മം കൊണ്ടും വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും പ്രസംഗിക്കാനാണ്. അപ്പം അതുകൊണ്ട് ഇത് പ്രസംഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ അവകാശമില്ല. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പറയുകയാണ്, റോമർ 9:17 വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്നു, വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്നു, ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. നിന്നെ ഞാൻ ഉയർത്തിയത് എന്തിനാണ് ഉയർത്തിയത്? വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്നു, ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും, ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ഉയർത്തിയത്. ഭൂമിയിലെങ്ങും എൻ്റെ നാമം പ്രഘോഷിക്കാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. വചനം പറയുകയാണ്, ഭൂമിയിലെങ്ങും എൻ്റെ നാമം പ്രഘോഷിക്കാനാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. പുറപ്പാട് പുസ്തകത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ പുറപ്പാട് പുസ്തകത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യം, ഇത് പൗലോസ് അപ്പോസ്തലൻ കോട്ട് ചെയ്യുന്നത് ഈ വാക്യമാണ്. എക്സോഡസ് 9:16 എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. സഭയോടുള്ള ദൈവത്തിൻ്റെ ശാസനയാണിത്. നമ്മളെ ദൈവം ജീവിക്കാൻ അനുവദിച്ചത്, നമുക്ക് ദൈവം സംവിധാനങ്ങൾ തന്നത്, പണം തന്നത്,
ദൈവം നമുക്ക് ജീവിക്കാൻ ആരോഗ്യം തന്നത്, നമുക്ക് ദൈവം ജീവിക്കാനുള്ള സൗകര്യങ്ങൾ തന്നത്, നമുക്ക് ദൈവം ഭക്ഷണം തരുന്നത്, ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്നത്, ലോകത്തിൻ്റെ കളങ്കങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നത്, എല്ലാം ജീവിക്കാൻ അനുവദിച്ചത് യേശുവിനെ, ഈ രാജാവായ യേശുവിനെ ലോകം മുഴുവൻ ഏറ്റുപറയാൻ, നമ്മൾ യേശുവിനെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി യേശുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മറ്റൊരു വചനം കൂടി വായിക്കേണ്ടതുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാമത്തെ അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, 14-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങളെങ്ങനെ അറിയും? 14:6 ജോൺ 14:6 യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരികയില്ല. ഐ ആം ദ ഓൺലി ട്രൂത്ത്, ഐ ആം ദ ഓൺലി വേ, ഐ ആം ദ ഓൺലി ലൈഫ്. Nobody comes to the Father except through me. Nobody enters to the presence of the Father except through Jesus Christ. യേശുവിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ മാത്രമാണ് വഴി, ഞാൻ മാത്രമാണ് സത്യം, ഞാൻ മാത്രമാണ് ജീവൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സത്യം യേശുവിനെ രാജാവായിട്ട് നമ്മൾ ഏറ്റുപറയുമ്പോൾ, ഈ സത്യം നമ്മൾ പ്രഘോഷിക്കുമ്പോൾ, യേശു നടത്തിയത് ലോകത്തെ ഏറ്റവും വിപ്ലവാത്മകമായ ഒരു ക്ലെയിമാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഒന്ന്, ഈ ലോകത്തിലെ ഏതാണ്ട് 120-130 കോടി മനുഷ്യർ ജീവിക്കുന്ന ഈ ഭാരതത്തിലെ ഭൂരിപക്ഷം വരുന്ന മതത്തിൽപ്പെട്ടവർക്ക്, ഹൈന്ദവ സഹോദരങ്ങൾക്ക് യേശുവിനെ പല ദൈവങ്ങളിൽ ഒരു ദൈവമായി ഏറ്റുപറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത്രയും ഹൃദയം തുറന്ന ഒരു മതമാണ് ഹൈന്ദവ ധർമ്മം. എന്നാൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഒരുപാട് ദൈവങ്ങൾക്കിടയിലെ ഒരു ദൈവമായി യേശുവിനെ അവതരിപ്പിച്ചാൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ സേഫായിരിക്കും. ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് യാതൊരു പീഡനമോ ബുദ്ധിമുട്ടോ വേട്ടയാടലോ ഉണ്ടാവില്ല. പല ദൈവങ്ങളിലെ ഒരു ദൈവമായി യേശുവിനെ അവതരിപ്പിച്ചാൽ ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റി വിൽ ബി സേഫ്. എന്നാൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെടും. എപ്പോഴാണെന്നറിയാമോ? യേശു മാത്രമാണ് ഏകദൈവം എന്ന് പ്രഘോഷിച്ചാൽ. അപ്പോൾ ഹൈന്ദവ സഹോദരങ്ങൾക്ക് പല ദൈവങ്ങളിൽ ഒരു ദൈവമായി യേശുവിനെ അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. യഹൂദർക്ക് ഒരു റബ്ബിയായി യേശുവിനെ അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. യഹൂദരുടെ അടുത്ത് ചെന്നിട്ട് ഒരു പാലമിടാം നമുക്ക്, നിങ്ങളുടെ മതത്തിലെ മോശയെ പോലെ ഒരു റബ്ബി, ഒരു പണ്ഡിതൻ, ഒരു ഗുരു, റീസെൻ്റായ ജൂയിഷ് ലിറ്ററേച്ചറുകൾ യേശുവിനെ റബ്ബി എന്ന വിധത്തിൽ അവതരിപ്പിക്കുന്ന, ആ മതത്തിലെ ഒരു ഭേദപ്പെട്ട വ്യക്തിത്വമായിട്ട് അവതരിപ്പിക്കുന്ന പഠനങ്ങൾ കഴിഞ്ഞ 10-20 കൊല്ലത്തിനുള്ളിൽ ഇഷ്ടം പോലെ ലിറ്ററേച്ചറുകളുണ്ട്. നിങ്ങൾ വേട്ടയാടപ്പെടില്ല. ഇസ്ലാം മതം വിശ്വസിക്കുന്ന സഹോദരങ്ങൾക്കിടയിൽ മുഹമ്മദിനേക്കാൾ താഴെയുള്ളൊരു പ്രവാചകനായി യേശുവിനെ നിങ്ങൾ അവതരിപ്പിച്ചാൽ നിങ്ങൾ ഇസ്ലാമിക് കൺട്രീസിൽ സ്വീകാര്യനായ ഒരാളായിരിക്കും. ഈ 3 പ്രബല മതങ്ങളുടെ പേര് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഹൈന്ദവ ധർമ്മം ഭൂരിപക്ഷം പേര് വിശ്വസിക്കുന്ന ഭാരതം പോലൊരു രാജ്യത്ത് പല ദൈവങ്ങൾക്കിടയിലെ ഒരു ദൈവമായി യേശുവിനെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്താൽ ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റി സേഫായിരിക്കും. യഹൂദന്മാർക്കിടയിൽ ചെന്ന് യഹൂദ റബ്ബിമാരിൽ ഒരു പ്രധാനപ്പെട്ട റബ്ബിയാണ് യേശു എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്കിടയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളും സേഫായിരിക്കും. ഇസ്ലാം മതവിശ്വാസികളുടെ രാജ്യങ്ങളിൽ ചെന്നിട്ട് നിങ്ങൾ യേശുവിനെ ഒരു പ്രവാചകനായും യേശു മുഹമ്മദിനേക്കാൾ താഴെയുള്ള സെക്കൻഡ് ഇൻ ഇമ്പോർട്ടൻസ്, പ്രോഫറ്റ് സെക്കൻഡ് ഇൻ ഇമ്പോർട്ടൻസ്, അങ്ങനെയുള്ള ഒരു പ്രവാചകനായി കണ്ടാൽ ഇസ്ലാമിക രാജ്യങ്ങളിലും നിങ്ങൾ സേഫായിരിക്കും. എന്നാൽ ക്രിസ്ത്യാനി സഭയുടെ ആരംഭ ദിവസം മുതൽ വേട്ടയാടപ്പെട്ടത് പല ദൈവങ്ങൾക്കിടയിൽ ഒരു ദൈവമായി യേശുവിനെ അവതരിപ്പിച്ചതുകൊണ്ടല്ല, യേശു മാത്രമാണ് രക്ഷയ്ക്കുള്ള ഏക വഴിയെന്നും ഏകദൈവമെന്നും പ്രഘോഷിച്ചതുകൊണ്ടാണ്.
ഒരിക്കലും ഒരു മഹാഭൂരിപക്ഷത്തിന് ദഹിക്കാൻ പോകുന്നൊരു കാര്യമല്ല ഞാൻ സംസാരിക്കുന്നതെന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വാക്കുകൾ നിങ്ങളോട് പറയുന്നത്. എന്നാൽ നിങ്ങൾ വേട്ടയാടപ്പെടും. നമ്മുടെ സ്ഥാപനങ്ങൾ വേട്ടയാടപ്പെടും. നമ്മുടെ ശുശ്രൂഷകൾ വേട്ടയാടപ്പെടും. നിങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെടും. നിങ്ങൾക്കെതിരെ അപവാദ കഥകൾ പബ്ലിഷ് ചെയ്യപ്പെടും. നിങ്ങളെ ഇമോഷണലായി ബ്ലാക്ക്മെയിൽ ചെയ്യും. നിങ്ങളുടെ വസ്തുവകകൾ കണ്ടെടുക്കും. നിങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും പീഡിപ്പിക്കും. നിങ്ങൾ മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങളുടെ ചുഴികൾക്കകത്ത് ശ്വാസം കിട്ടാതെ വലയും. എപ്പോൾ നിങ്ങൾ യേശു മാത്രമാണ് ഏകരക്ഷകൻ എന്ന് പ്രഘോഷിച്ചാൽ. യേശു പറഞ്ഞിട്ടുണ്ട്, ആദ്യം നിങ്ങളുടെ രാജ്യം വേട്ടയാടും. നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. രാജാക്കന്മാരുടെ മുമ്പിൽ വലിച്ചിഴക്കപ്പെടും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? സിനഗോഗിലേക്ക് കൊണ്ടുപോകപ്പെടും. പിന്നീട് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ നിങ്ങളെ വേട്ടയാടും. അപ്പോൾ ഇങ്ങനെ പല വിധത്തിൽ നിങ്ങൾ വേട്ടയാടപ്പെടും. അതെല്ലാം എന്തിൻ്റെ പേരിലാണ്? ഭൂമിയിൽ സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ പേരിൽ വിഭജിക്കപ്പെടും. നിങ്ങൾ എൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടും. എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ ദ്വേഷിക്കപ്പെടും. ഈ വാക്യങ്ങളെല്ലാം ബൈബിളിൽ നിന്ന് എടുത്തു മാറ്റേണ്ടി വരും. യേശു പല ദൈവങ്ങളിൽ ഒരു ദൈവമായി നമ്മൾ കണ്ടാൽ, പല വഴികളിലെ ഒരു വഴി മാത്രമാണ് യേശു മാർഗമെന്ന് കാണുന്നവർക്ക് ബൈബിളിലെ ഞാൻ ഈ പരാമർശിച്ച വാക്യങ്ങളെല്ലാം എടുത്തു മാറ്റേണ്ടി വരും. അപ്പോൾ അപ്പസ്തോലന്മാർ തങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടായിരുന്ന, ജീവനെടുക്കാൻ തയ്യാറായിരുന്ന സെൻഹദ്രീൻ സംഘത്തിന് മുമ്പിൽ നിന്നുകൊണ്ടാണ് പ്രഖ്യാപിക്കുന്നത്, മറ്റൊരുവനിലും രക്ഷയില്ല. A village carpenter from Nazareth is making a very controversial claim in history. ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ ഒരു പരാമർശം നസറത്തിൽ നിന്നുള്ള ഒരു തച്ചൻ നടത്തി. അതിങ്ങനെയായിരുന്നു, ഞാൻ മാത്രമാണ് വഴി, ഞാൻ മാത്രമാണ് ജീവൻ, ഞാൻ മാത്രമാണ് സത്യം. ഇതിൻ്റെ പേരിലാണ് അവൻ വധിക്കപ്പെട്ടത്. ഇന്ന് നമ്മൾ ക്രിസ്തുവിൻ്റെ രാജത്വത്തിൻ്റെ തിരുനാളിനൊരുങ്ങുമ്പോൾ യേശു ലോകത്തിൻ്റെ രാജാവാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ യേശു മാത്രമാണ് ഏക സത്യമെന്നും ഏക വഴിയെന്നും ഏക മാർഗമെന്നും നാം പ്രഘോഷിക്കുകയാണ്. അങ്ങനെ പ്രഘോഷിച്ചുകൊണ്ട് യേശുവിനെ ഏറ്റുപറയാനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. ഞാൻ ഈ ചിന്തകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ യേശുവിൻ്റെ രാജ്യത്വത്തെ ഏറ്റുപറയുമ്പോൾ നിങ്ങൾ എത്രമാത്രം അപകടം പിടിച്ച ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്ന് അതിൻ്റെ ഒരു ഗ്രാവിറ്റി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വായനയിലും പഠനത്തിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, യേശു മാത്രമാണ് ഏക സത്യമെന്നോ യേശു മാത്രമാണ് ഏക ദൈവമെന്നോ ഏക മാർഗമെന്നോ ഏക സത്യമെന്നോ നാം വിളിച്ചു പറയുമ്പോൾ ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്ന അനേകം തത്വചിന്തകൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും നിങ്ങൾ ശത്രുക്കളായി മാറും. ഉദാഹരണത്തിന് ഞാൻ ചില ചിന്താധാരകൾ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുകയാണ്. ഒന്ന്, പ്ലൂറലിസം, ബഹുമതവിശ്വാസം, ബഹുദൈവ വിശ്വാസം, പ്ലൂറലിസം. അതായത് പല ദൈവങ്ങളുണ്ട്, രക്ഷയ്ക്ക് പല വഴികളുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ മതം വിശ്വസിക്കുക, ഏറ്റുപറയുക, ജീവിക്കുക, മറ്റാരെയും ശല്യപ്പെടുത്താതിരിക്കുക, മറ്റുള്ളവരുടെ മാർഗം മോശമാണെന്ന് പറയാതിരിക്കുക, നിങ്ങളുടേത് മെച്ചമാണെന്ന് പറയാതിരിക്കുക. ഇതാണ് ഒരു പ്ലൂറലിസ്റ്റിക് ബിലീഫ്, ഒരു ബഹുമത വിശ്വാസം, പ്ലൂറലിസം. മറ്റൊന്നാണ് സിൻക്രറ്റിസം. സിൻക്രറ്റിസം എന്ന് പറഞ്ഞാൽ ഈ മതത്തിൻ്റെ സത്യം കുറച്ചെടുക്കുക, ഈ മതത്തിൻ്റെ സത്യം കുറച്ചെടുക്കുക, ഈ മതത്തിൻ്റെ സത്യം കുറച്ചെടുക്കുക, എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് ഈ സർവ്വമതങ്ങളുടെയും സാരാംശം എടുത്തിട്ട് അതനുസരിച്ച് ജീവിക്കുക. ഇതാണ് സിൻക്രറ്റിസം. ഇനി റാഷണലിസം. റാഷണലിസം എന്ന് പറഞ്ഞാൽ സത്യം യേശുവല്ല, നമ്മുടെ ബുദ്ധി പറയുന്നതാണ് സത്യം, അല്ലെ റാഷണലായി വിശദീകരിക്കാൻ പറ്റുന്നതാണ്, ബുദ്ധിപരമായി വിശദീകരിക്കാൻ പറ്റുന്നതാണ് സത്യം. ഇനി സ്കെപ്റ്റിസിസം. സ്കെപ്റ്റിസിസം എന്ന് പറഞ്ഞാൽ അതായത് ബുദ്ധിക്ക് നിരക്കുന്നത് മാത്രമേ വിശ്വസിക്കൂ, അല്ലാത്തതൊന്നും വിശ്വസിക്കില്ല, അല്ലാത്ത എല്ലാത്തിനോടും സ്കെപ്റ്റിക്കാണ്. സ്കെപ്റ്റിസിസം. റൊമാൻറ്റിസിസം. റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം തരുന്നത്, നമുക്ക് നമ്മുടെ വികാരങ്ങളെ സന്തോഷിപ്പിക്കുന്നതാണ് സത്യം. റിലേറ്റിവിസം. റിലേറ്റിവിസം എന്ന് പറഞ്ഞാൽ സത്യം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല. ഒന്നും രണ്ട് എന്ന് പറയുന്ന പോലെ സത്യത്തെ പറയാൻ പറ്റില്ല. ഇതും സത്യമാണ്, ഇതും സത്യമാണ്, ഇതും സത്യമാണ്, ഇതും സത്യമാണ്, ഇതും സത്യമാണ്. ഓരോരുത്തർക്കും അവരവരുടെ സത്യം. ഇതിൻ്റെ പേരാണ് റിലേറ്റിവിസം. അതുപോലെ തന്നെ വേറെ ഈ സമാനമായ മറ്റൊരു ചിന്തയാണ് സന്തോഷം. നമുക്ക് സന്തോഷം തരുന്നതാണ് സത്യം. ഹെഡനിസം. എക്സിസ്റ്റൻഷ്യലിസം. നിന്റെ സത്യം തീരുമാനിക്കാൻ നിനക്ക് അവകാശമുണ്ട്. ഹ്യൂമാനിറ്റേറിയനിസം. മനുഷ്യന് നന്മ ചെയ്യുന്നതാണ് സത്യം.
ഹ്യൂമനിസം, മനുഷ്യനാണ് സത്യത്തിൻ്റെ മാനദണ്ഡം. സെക്കുലറിസം എന്ന് പറഞ്ഞാൽ മതം പൊതുവേദികളിൽ ചർച്ച ചെയ്യാൻ പാടില്ല, മതം ഒരുത്തൻ്റെ സ്വകാര്യ വിഷയമാണ്. ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ ഒരു 10-24 തിയറികൾ ഞാൻ പറയാം. ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, യേശുവാണ് ഏക സത്യമെന്നോ ഏക വഴിയെന്നോ യേശു മാത്രമാണ് ജീവൻ്റെ മാർഗമെന്നോ നിങ്ങൾ ലോകത്തോട് പറഞ്ഞാൽ ഇന്ന് കണ്ടംപററി വേൾഡിൽ നിലനിൽക്കുന്ന ഇത്തരം അനേകം പ്രത്യയശാസ്ത്രങ്ങൾ നിങ്ങൾക്കെതിരാവും. യുക്തിവാദികൾ മാത്രമല്ല, ശാസ്ത്രം വിശ്വസിക്കുന്ന ആളുകൾ മാത്രമല്ല, മതത്തിൽ വിശ്വസിക്കുന്നവർ, ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവർ, വായനയും അറിവുമുള്ളവർ, പണ്ഡിതന്മാർ, ഡിഗ്രികളുള്ളവർ, പത്രം വായിക്കുന്നവർ, ലോകബോധമുള്ളവർ, ലോകസഞ്ചാരം നടത്തുന്നവർ എല്ലാം എതിരാവും. ഇത് നിസ്സാരമല്ല. പ്ലൂറലിസം വിശ്വസിക്കുന്നവർ, റൊമാൻറ്റിസിസം വിശ്വസിക്കുന്നവർ, റാഷണലിസം വിശ്വസിക്കുന്നവർ, ഹ്യൂമനിസം വിശ്വസിക്കുന്നവർ, ഹ്യൂമാനിറ്റേറിയനിസം വിശ്വസിക്കുന്നവർ, സെക്കുലറിസം വിശ്വസിക്കുന്നവർ, സ്കെപ്റ്റിസിസം വിശ്വസിക്കുന്നവർ, സിൻക്രറ്റിസം വിശ്വസിക്കുന്നവർ, എത്തയിസ്റ്റുകൾ, നിരീശ്വരവാദികൾ, മറ്റ് മതത്തിൽപ്പെട്ടവർ, ബുദ്ധിയും വായനയുള്ളവർ, ലോകസഞ്ചാരം നടത്തുന്നവർ എല്ലാം നിങ്ങൾക്കെതിരാവും. നിസ്സാര കാര്യമല്ല. യേശുവാണ് രക്ഷയ്ക്കുള്ള ഏക വഴിയെന്ന് പറഞ്ഞാൽ ഇന്ന് സാമാന്യ ബോധമുള്ള 100-ൽ 98 പേരും നിങ്ങളെ പുച്ഛിച്ച് തള്ളും. 100-ൽ 98 പേരും നിങ്ങളെ പുച്ഛിക്കും. യേശു മാത്രമാണ് രക്ഷയ്ക്കുള്ള ഏക വഴിയെന്ന് പറഞ്ഞാൽ. ലോകം നമ്മളെ ഇങ്ങനെ തള്ളി 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 എത്തിച്ചിരിക്കുന്ന ഈ മലമുകൾ, ഈ ആത്മഹത്യാ മുനമ്പ്, ഇതാണ്, ഈ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് നിങ്ങൾ യേശുവാണ് രക്ഷയ്ക്കുള്ള ഏക വഴിയെന്ന് ലോകത്തോട് പറഞ്ഞാൽ ഒരുമാതിരി വായനയും ബോധവുമുള്ള സകലരും നിങ്ങളെ പുച്ഛിക്കും. ഈ 2023 നിന്ന് നിങ്ങളിത് പറഞ്ഞാൽ മറ്റ് മതത്തിൽപ്പെട്ടവർ, ശാസ്ത്രം വിശ്വസിക്കുന്നവർ, നിരീശ്വരവാദികൾ, പണ്ഡിതന്മാർ, വായനയുള്ളവർ, യാത്ര ചെയ്യുന്നവർ, ലോകം കണ്ടിട്ടുള്ളവർ, നരവംശാസ്ത്രം പഠിച്ചവർ, ആന്ത്രപ്പോളജി അറിയാവുന്നവർ ഒക്കെ നിങ്ങളെ പുച്ഛിക്കും. മതങ്ങളുടെ വികാസത്തെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ളവർ, മതങ്ങൾ തമ്മിലുള്ള താരതമ്യ പഠനം നടത്തുന്ന ആളുകൾ, ഫിലോസഫി പഠിക്കുന്നവർ, 100-ൽ 98 പേര് നിങ്ങളെ പുച്ഛിക്കും. ഈശോ പറഞ്ഞൊരു വചനമുണ്ട്, എൻ്റെ നാമനിമിത്തം നിങ്ങൾ സകലരാലും ദ്വേഷിക്കപ്പെടും. സകലരാലും ദ്വേഷിക്കപ്പെടും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. ഞാനൊരു പെസിമിസത്തിൽ ഈ ധ്യാനം കൊണ്ട് അവസാനിപ്പിക്കുകയല്ല, ഒരു വിഷാദബോധത്തിൽ ഈ ധ്യാനം അവസാനിപ്പിക്കുകയല്ല എൻ്റെ ലക്ഷ്യം. മറിച്ച് ഞാൻ നിങ്ങളെ ഒരു സത്യം ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങൾ യേശുവാണ് സത്യത്തിൽ ഏക സത്യമെന്ന്, രക്ഷയ്ക്കുള്ള ഏക വഴിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തിൻ്റെ എല്ലാ കണ്ണിൽ ഒരു പരിഹാസ വിഷയമായിട്ട് മാറും. നിങ്ങളൊരു പൊട്ടനും, ഒരു ശുദ്ധനും, ഒരു ബോധമില്ലാത്തവനും, വായനയില്ലാത്തവനും, സഞ്ചാരം ചെയ്യാത്തവനും, ശാസ്ത്രം അറിയാത്തവനും, ഇന്നത്തെ 2023 ലോകപരിചയമില്ലാത്തവനും ഒക്കെ ആയിട്ട് നിങ്ങൾ മാറും, മുദ്ര കുത്തപ്പെടും. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇതിനെ താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു ചിത്രം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കാം. പീലാത്തോസ് എന്ന് പറയുന്ന ഒരു ന്യായാധിപൻ. ആ ന്യായാധിപൻ്റെ മുമ്പിലേക്ക് 2 കുറ്റവാളികൾ കൊണ്ട് നിർത്തപ്പെട്ടു. എല്ലാവരും വിധി കാത്തു നിൽക്കുന്ന ആ ജനസമൂഹത്തിലെ 99% പേരും ഞങ്ങൾക്ക് ബറാബാസിനെ മതി എന്ന് പറയുന്ന ആരവത്തിനിടയിൽ ആർക്കും വേണ്ടാത്തവനായി കയ്യും കാലും കെട്ടപ്പെട്ട് ദേഹമസകലം അടിയേറ്റ് കുനിഞ്ഞ ശിരസുമായി കൈകളിലും കാലുകളിലും എല്ലാം ചങ്ങലയിട്ട് ഒരു 33-കാരൻ നസറത്തിൽ നിന്നുള്ള തച്ചൻ്റെ മകൻ ദൈവപുത്രനായ യേശു നാണം കെട്ട് നിൽക്കുന്നുണ്ട്. ഈ ആരവം വിളിക്കുന്ന, ആർത്ത് വിളിക്കുന്ന മഹാഭൂരിപക്ഷത്തിനും ഇവനെ വേണ്ട, ബറാബാസിനെ മതി. അപ്പോഴും നഷ്ടബോധത്തിൻ്റെ അങ്ങേയറ്റത്താണ് നാം നിൽക്കുന്നതെന്ന് അറിയുമ്പോഴും, അല്ലെങ്കിൽ
ഇച്ഛാഭംഗത്തിൻ്റെ അങ്ങേയറ്റത്താണ് നിൽക്കുന്നത് അറിയുമ്പോഴും, ഒരു പ്രതീക്ഷയില്ലെന്നറിയുമ്പോഴും പീലാത്തോസ് എന്ന ഈ ന്യായാധിപൻ അവസാനമായി ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആരെ വേണം, യേശുവിനെയോ ബറാബാസിനെയോ? ആ ജനക്കൂട്ടം ആർത്ത് വിളിച്ച് പറയുകയാണ്, ഞങ്ങൾക്ക് ബറാബാസിനെ മതി, ഞങ്ങൾക്ക് പ്ലൂറലിസം മതി, റിലേറ്റിവിസം മതി, റാഷണലിസം മതി, റൊമാൻറ്റിസിസം മതി, ഹെഡനിസം മതി, സെക്രട്ടിസം മതി, ഹ്യൂമാനിറ്റേറിയനിസം മതി, ഹ്യൂമനിസം മതി, ഞങ്ങൾക്ക് യേശു ഏകരക്ഷകൻ എന്ന സത്യം വേണ്ട. നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു ആത്മഹത്യാ മുനമ്പ് ഇതാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് ഇന്ന് യേശു ചോദിക്കുന്നത്, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളെന്നെ ഏറ്റുപറയുമോ? നിസ്സാരമല്ലത്. ഞാൻ ഈ ധ്യാനം അവസാനിപ്പിക്കും മുമ്പ് ഒരൊറ്റ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഞാൻ ഈ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. യേശു ചോദിക്കുകയാണ്, ലോകം മുഴുവൻ നിങ്ങളെ പരിഹസിക്കുമ്പോഴും, ബുദ്ധിയുള്ളവരും വായനയുള്ളവരും സഞ്ചാരം ചെയ്യുന്നവരും ശാസ്ത്രമറിയാവുന്നവരും ഈ നൂതനമായ ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങളുടെ വിശദാംശങ്ങൾ അറിയാവുന്നവരുമായ സകലരും നിങ്ങളുടെ ഈ അജ്ഞതയെ പുച്ഛിക്കുമ്പോൾ, നിങ്ങളെ ഒരു വിഡ്ഢിയായി കാണുമ്പോൾ, ലോകത്തെ രക്ഷിക്കാൻ പിതാവ് അയച്ച് ഭൂമിയിലിറങ്ങി വന്ന് കന്യകാമാതാവിൽ നിന്ന് ജനിച്ച് പീഡ സഹിച്ച് കുരിശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന, ഒരിക്കൽ നമ്മെ വിധിക്കാൻ വീണ്ടും വരുമെന്ന് നാം വിശ്വസിക്കുന്ന ഈ യേശുവിനെ നീ ഏറ്റുപറയാൻ തയ്യാറാണോ? എല്ലാവരും എതിരാണ്, എല്ലാവരും പരിഹസിക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോഴും എഴുതപ്പെട്ട വചനം സത്യമാണെന്ന് ഒരു പൊട്ടനെ പോലെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ യേശു മാത്രമാണ് രക്ഷയ്ക്കുള്ള ഏക വഴിയെന്ന് വിശ്വസിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്താൽ, ലോകം മുഴുവൻ എതിരാകുമ്പോഴും ജീവിക്കുന്ന ദൈവം സഭയുടെ കൂടെ ഉണ്ടായിരിക്കും. ലോകം മുഴുവൻ എതിര് നിൽക്കുമ്പോഴും ജീവനുള്ള ദൈവം, ലോകത്തിൻ്റെ രാജാവായ ദൈവം സഭയുടെ കൂടെ ഉണ്ടായിരിക്കും. നാം യേശു ഏകരക്ഷകനാണെന്ന് പ്രഘോഷിക്കാതിരുന്നാൽ ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയുമോ? ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നാം വിശ്വസിക്കുന്ന ലോകവും ഒടുവിൽ നമ്മെ തള്ളിക്കളയും. നമുക്ക് ലോകവും ഇല്ലാതാവും, ദൈവവും ഇല്ലാതാവും. കർത്താവ് യേശുവിൻ്റെ രാജത്വത്തെ ആഘോഷിക്കാനായി നാം ഈ തിരുനാളിനൊരുങ്ങുമ്പോൾ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ദൈവം എനിക്ക് തന്ന ഒരു സുവിശേഷകൻ എന്ന എളിയ ശുശ്രൂഷയുടെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് ലോകത്തോട് പറയാനുള്ള സത്യം ഇതാണ്: രക്ഷയ്ക്കുള്ള ഏകമാർഗം യേശുവാണ്. അവിടുന്നാണ് ലോകത്തിൻ്റെ രാജാവ്, അവിടുന്നാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. എല്ലാ മുട്ടുകളും ഒരിക്കൽ അവൻ്റെ മുമ്പിൽ മടങ്ങും. ലോക മത സ്ഥാപകരും ലോക മത നേതാക്കന്മാരും ലോക മതങ്ങളിൽ ആളുകൾ വലിയവരായി കാണുന്ന എല്ലാവരും അന്ത്യവിധി നാളിൽ യേശുവിൻ്റെ മുമ്പിൽ തങ്ങളുടെ മുട്ടുകൾ മടക്കും, ന്യായവിധിക്കായി നിൽക്കേണ്ടി വരും. ഇത് യേശു നമ്മെ തിരുവചനത്തിലൂടെ തിരുസഭയിലൂടെ പഠിപ്പിച്ചു തന്ന സത്യമാണ്. ഈ സത്യം ഏറ്റെടുക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ രാജാവായി വാഴും. ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അവൻ കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും. റോമാലേഖനം 10-9 തിരുവചനം. ഈ ധ്യാന ശുശ്രൂഷയിൽ നിങ്ങൾ സംബന്ധിച്ചതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസത്തെ ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടെങ്കിൽ അത് നിങ്ങൾ വീണ്ടും കാണുക. ഈ വചനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുക. അസാധാരണമായ ഒരു യേശു സ്നേഹവും ഒരു ദൈവാനുഭവവും നിങ്ങൾക്കുണ്ടാവാൻ ഈ ചിന്തകൾ നിങ്ങളെ സഹായിക്കും. കർത്താവായ ഈശോയുടെ പ്രത്യേകമായ ഒരു പ്രചോദനത്തിലും പ്രേരണയിലും ശക്തിയിലുമാണ് ഈ വാക്കുകൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. നമുക്ക് ആരാധനയിലേക്ക് കടക്കാം. ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ കണ്ണുനീരീശോ തുടയ്ക്കും. എല്ലാ പ്രതിസന്ധികൾക്കും ലോകം മുഴുവൻ എതിരാകുമ്പോഴും നമുക്ക് ഏറ്റുപറയാൻ കഴിയട്ടെ: യേശു മാത്രമാണ് സത്യം, യേശു മാത്രമാണ് വഴി, യേശു മാത്രമാണ് ജീവൻ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ അവൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
വലിയതാണെനിക്ക്. കരങ്ങൾ വീശി ആരാധന 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 ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ആരാധന 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 ആരാധന. അങ്ങെപ്പോലെ സ്നേഹിച്ചിട ആവതില്ല ആർക്കുമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിട ആവതില്ല ആർക്കുമേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. തുറന്ന് ആരാധന 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 ആരാധന. ഹൃദയം നൊന്ത് വിളിക്കുന്നു ഈശോയേ. വിടുതൽ കൊടുക്കണമേ, വിമോചിപ്പിക്കണമേ, ആരാധിക്കുന്ന സമൂഹത്തെ വിടുവിക്കണമേ, കണ്ണീര് തുടയ്ക്കണമേ, ദുഃഖങ്ങൾ എടുത്തു മാറ്റണമേ, ഭാരങ്ങൾ എടുത്തു മാറ്റണമേ, രോഗങ്ങൾ എടുത്തു മാറ്റണമേ, കർത്താവേ തകർച്ചകൾ എടുത്തു മാറ്റണമേ, അങ്ങയുടെ സാന്നിധ്യം വ്യാപരിക്കണമേ, ശക്തി വ്യാപരിക്കണമേ. ആരാധന 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 ആരാധന. യേശുവേ അങ്ങയുടെ സാന്നിധ്യം നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ ഈശോയേ വെളിപാട് പുസ്തകം 22-ാം അധ്യായം 3-ാം തിരുവചനം. ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലുണ്ടായിരിക്കും. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും. അവർ അവിടുത്തെ മുഖം ദർശിക്കും. അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിലുണ്ടായിരിക്കും. ഇനി ഒരിക്കലും രാത്രി ഉണ്ടാവുകയില്ല. ദൈവത്തിന്റെ വെളിച്ചമോ സൂര്യന്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കും. അവർ എന്നേക്കും വാഴും. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളടിച്ച് യേശുവിനെ ആരാധിക്കാം. ശക്തിയോടെ കരങ്ങളടിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
താളത്തിൽ നമുക്ക് ആരാധിച്ചിടാം. വെള്ളക്കുതിര മേലെ വരുന്നവനെ നല്ല താളത്തിൽ നമുക്ക് ആരാധിച്ചിടാം. അവന്റെ മിഴി തീനാളങ്ങൾ പോ തീനാളങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങിടാം. അവന്റെ മിഴി തീനാളങ്ങൾ പോ തീനാളങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങിടാം. ആയിരുന്നോടും ആയിരിക്കുന്നോടും വരുവാനിരിപ്പോടും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നോടും ആയിരിക്കുന്നോടും വരുവാനിരിപ്പോടും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. യേശുവേ പുസ്തകം 21-ാം അധ്യായം 1-ാം തിരുവചനം. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയ ഒരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കുന്നു. അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീര് തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. ഉറക്കെ വിളിക്കുന്ന ഈശോയേ, ഈശോയേ. ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഗണനാപാത്രങ്ങളാക്കി. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി അവന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരികയില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി അവന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുവേ, അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു, അങ്ങയുടെ നാമത്തെ ആരാധിക്കുന്നു, അങ്ങയുടെ നാമത്തെ ഏറ്റുപറയുന്നു. അങ്ങ് മഹത്വപൂർണനായ ദൈവം, അങ്ങ് രാജാധിരാജാവ്, അങ്ങ് രാജാക്കന്മാരുടെ രാജാവ്, നാഥന്മാരുടെ നാഥൻ. ദൈവമേ, അങ്ങ് ദൈവം, അങ്ങ് ദൈവം. അങ്ങയുടെ മഹത്വം, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ മഹത്വം. ദൈവമേ, അങ്ങയുടെ രാജത്വം ലോകം മുഴുവനിലേക്ക് ദൈവമേ എല്ലാ ഹൃദയങ്ങളും ഏറ്റെടുക്കുവാൻ ദൈവമേ അങ്ങ് ഹൃദയങ്ങളെ തുറക്കണമേ. ഉറക്കെ വിളിക്കുന്ന ഈശോയേ,
രോഗങ്ങൾ മാറും, ഭൂതങ്ങളൊഴിയും, ബന്ധനമെല്ലാം തകർത്തിടുമേ. രോഗങ്ങൾ മാറും, ഭൂതങ്ങളൊഴിയും, ബന്ധനമെല്ലാം തകർത്തിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. നാമത്തെ മഹത്വപ്പെടുത്താൻ കൃപ തരണമേ കർത്താവേ, ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ. അങ്ങേറ്റു പറയാൻ കൃപ തരണമേ, അങ്ങയുടെ നാമത്തെ ഉയർത്താൻ കൃപ തരണമേ, അങ്ങേറ്റു പറയാൻ കൃപ തരണമേ. അങ്ങ് മാത്രമാണ് ലോകത്തിന്റെ ഏകരക്ഷകനെന്ന് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും ഏറ്റു പറയാൻ കൃപ തരണമേ ഈശോയെ. ആരാധന 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 ആരാധന. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. യെശയ്യാ 9:1 മുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു. എന്നാൽ ദുഃഖത്തിൽ ആണ്ടുപോയവരുടെ അന്ധകാരം നീങ്ങിപ്പോകും. ആദ്യകാലങ്ങളിൽ സെബൂലൂണിന്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിനിരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാൻ അക്കരെയുള്ള ദേശത്തെ, ജനതകളുടെ ഗലീലയെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. ദൈവത്തിന്റെ വചനം അരുളി ചെയ്യുന്നു. യെശയ്യാ 9-ാം അധ്യായം 6-ാം തിരുവചനം. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലാണ്. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. കർത്താവേ, ഈ സമയത്ത് ലോകം മുഴുവനെയും സമർപ്പിക്കുകയാണ്. ഭൂഖണ്ഡങ്ങളെ, രാജ്യങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, യൂറോപ്പിനെ സമർപ്പിക്കുന്നു. കർത്താവെ, ഓസ്ട്രേലിയയെ സമർപ്പിക്കുന്നു. ഏഷ്യയെ സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാ ഭൂഖണ്ഡങ്ങളെയും ഈ സമയത്ത് അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ദേശങ്ങളിലേക്കും അങ്ങയുടെ ശക്തമായ കരം അങ്ങ് നീട്ടണമേ. ദൈവമേ, രാജ്യങ്ങളെ വീണ്ടെടുക്കണമേ, ദേശങ്ങളെ വീണ്ടെടുക്കണമേ, സുവിശേഷകരെ എഴുന്നേൽപ്പിക്കണമേ. യേശുവാണ് ഏക സത്യ ദൈവമെന്ന് ഏറ്റുപറയാൻ കർത്താവെ എല്ലാ ഹൃദയങ്ങളെയും ഒരുക്കണമേ. വൈദികരെ, സന്യസ്തരെ, അൽമായരെ കർത്താവെ ഏകരക്ഷകനായ യേശുവിനെ ഏറ്റുപറയാൻ കർത്താവെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ദൈവമേ, കാലഘട്ടങ്ങളെ രൂപപ്പെടുത്താൻ അഭിഷിക്തരെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ. ദേശാന്തരങ്ങളിലേക്ക് സുവിശേഷകരെ അയക്കണമേ. സുവിശേഷ വേലയെ ബലപ്പെടുത്തണമേ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ ആശീർവദിക്കണമേ. ദൈവമേ, ലോകമെമ്പാടുമുള്ള സുവിശേഷ വേലയ്ക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരെ ബലപ്പെടുത്തണമേ. കർത്താവേ, അതിനുവേണ്ടി പരിത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നവരെ, ദൈവമേ, മിഷണറിമാരെ, മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ ബലപ്പെടുത്തണമേ. ദൈവമേ, ഭാരതത്തിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവമേ, സംസ്ഥാനങ്ങൾ
രാജ്യങ്ങളിലെ ശുശ്രൂഷകളെ ബലപ്പെടുത്തണമേ. ദൈവമേ, ഭാരതത്തിൽ സുവിശേഷത്തിന് വേണ്ടി വാതിലുകൾ തുറക്കണമേ. യേശുവേ, അങ്ങയുടെ രാജ്യത്വം എല്ലാ ഹൃദയങ്ങളും ഏറ്റുപറയാൻ ദൈവമേ 130 കോടി മനുഷ്യരിലേക്കും ദൈവമേ അങ്ങയുടെ സാന്നിധ്യം അയക്കണമേ. ഭൂഖണ്ഡങ്ങളെ ഏറ്റെടുക്കണമേ, രാജ്യങ്ങളെ ഏറ്റെടുക്കണമേ, ദേശങ്ങളെ ഏറ്റെടുക്കണമേ. കർത്താവേ, വലിയൊരു അഭിഷേകത്തിൻ്റെ കരം ഈ രാത്രിയിൽ വെളിപ്പെടണമേ. ആധിപത്യങ്ങളെ, അധികാരങ്ങളെ ശാസിക്കണമേ. ദേശത്തിൻ്റെ അരൂപികളെ ബന്ധിക്കണമേ. ദൈവമേ, ഇതാ സകല ജനത്തിൻ്റെ മേലുമുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. യേശുവേ, അങ്ങ് രാജാവായി ഹൃദയങ്ങളിൽ വാഴണമേ. കർത്താവേ, സുവിശേഷ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഇപ്പോൾ ഈ സമയത്ത് അങ്ങയുടെ കരം കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ. സമാധാനമില്ലാത്ത ദാമ്പത്യങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ. അനുസരണയില്ലാത്ത മക്കളെ ഇപ്പോൾ സ്പർശിക്കണമേ. വഴി പിഴച്ചു പോകുന്ന മക്കളെ ഇപ്പോൾ സ്പർശിക്കണമേ. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മക്കളെ ഇപ്പോൾ സ്പർശിക്കണമേ. മദ്യപാനത്തിന് അടിമകളായവരെ സ്പർശിക്കണമേ. മയക്കുമരുന്നിന് അടിമകളായവരെ സ്പർശിക്കണമേ. പാപബന്ധനത്തിൽ കഴിയുന്നവരെ സ്പർശിക്കണമേ. ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവരെ സ്പർശിക്കണമേ. രോഗക്കെട്ടുകൾ അഴിക്കണമേ. ആശുപത്രികളിലേക്ക് കടന്നു ചെല്ലണമേ. രോഗബാധിതരുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലണമേ. ദൈവമേ, അഗതി മന്ദിരങ്ങളിലേക്ക്, ആതുരാലയങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ. രോഗക്കിടക്കകളിൽ കർത്താവ് സ്പർശിക്കണമേ. ദൈവമേ, എഴുന്നേൽപ്പിക്കണമേ. ദൈവമേ, പരാജയങ്ങൾ, ഞെരുക്കങ്ങൾ ഏറ്റെടുക്കണമേ. സാമ്പത്തിക ഞെരുക്കങ്ങളിൽ കടന്നു വരണമേ. കടബാധ്യതകളിൽ കടന്നു വരണമേ. ദൈവമേ, ജീവിതം മടുത്തുപോയവരെ ഇപ്പോൾ സ്പർശിക്കണമേ. കർത്താവേ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന മക്കളെ ഇപ്പോൾ സ്പർശിക്കണമേ. ജീവിതം മടുത്തുപോയവരെ സ്പർശിക്കണമേ. ദൈവമേ, കൊലപാതകികളെ, ദൈവമേ, ഈ രാത്രിയിൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരെ, അപകടത്തിൽപ്പെടുന്നവരെ, ആപത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്നവരെ, ദൈവമേ, കുടുംബങ്ങളെ ശല്യപ്പെടുത്തുന്നവരെ, പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നവരെ, കർത്താവേ, ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. ജയിൽ മുറികളിലേക്ക് കടന്നു ചെല്ലണമേ. കാരാഗ്രഹങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ. കർത്താവേ, തടങ്കൽ പാളയങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ. ഈ രാത്രിയിൽ വലിയ മാനസാന്തരങ്ങൾ അയക്കണമേ. യേശുവിൻ്റെ രാജ്യത്വം സകല ഹൃദയങ്ങളും ഏറ്റെടുക്കാനായി കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ കുരിശിന്റെ ശക്തി വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ആജ്ഞാദണ്ഡ് കൊണ്ട് അവിടുന്ന് ഭൂമിയെ പ്രഹരിക്കും. അവിടുത്തെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. ആജ്ഞാദണ്ഡ് കൊണ്ട് അവിടുന്ന് ഭൂമിയെ പ്രഹരിക്കും. അവിടുത്തെ സ്വരം ദുഷ്ടരെ നിഗ്രഹിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മുട്ടും അങ്ങയുടെ മുമ്പാകെ മടങ്ങുവാൻ, എല്ലാ നാവുകളും അങ്ങ് ഏറ്റുപറയുവാൻ ഇടയാക്കണമേ. കർത്താവേ, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ ഏറ്റുപറയുകയാണ്, യേശു നീ മരണത്തെ ജയിച്ചവൻ. കർത്താവേ, മരണത്തെ ജയിച്ചവൻ. എല്ലാ മുട്ടുകളും അങ്ങയുടെ മുമ്പിൽ മടങ്ങാൻ, എല്ലാ നാവുകളും അങ്ങ് ഏറ്റുപറയാൻ ഇടയാകണമേ. കർത്താവേ, എല്ലാവരും അങ്ങയുടെ രക്ഷയെ അറിയാൻ ഇടയാകണമേ. എല്ലാവരും രക്ഷയെ സ്വീകരിക്കണമേ. എവിടെല്ലാം സുവിശേഷം പ്രഘോഷിക്കപ്പെടുമോ അവിടെല്ലാം ദൈവമേ സുവിശേഷം കേൾക്കുന്നവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ. കർത്താവെ, ഒരിക്കലും തുറക്കപ്പെടില്ല എന്ന് വിചാരിക്കുന്ന ഹൃദയങ്ങളെ സുവിശേഷത്തിന് വേണ്ടി കർത്താവെ തുറക്കണമേ. വചനം കൊണ്ട് തുറക്കണമേ കർത്താവെ. ആരാധന, ആരാധന. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിയിടും. യേശു മാത്രം കർത്താവാണ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും. യേശു മാത്രം കർത്താവെന്ന് ചേർന്ന് പാടാം.
മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. യേശുവേ യേശുവേ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. യേശുവേ യേശുവേ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. പാടാം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.